നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നിദ്രായത്തം സുഖം ദുഃഖം എന്നാണ് വാഗ്ഭടാചാര്യൻ ആയുർവേദത്തിൽ ഉറക്കത്തെ വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിലെ സുഖവും ദുഃഖവും ഉറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. കൂർക്കം വലി മൂലം ഈ നിദ്രയ്ക്ക് തടസ്സം നേരിട്ടാലോ? കൂർക്കം വലി മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രേഖ പി ഇന്ന് ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ശരിക്കും കൂർക്കം വലി ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്ന് നമ്മൾ വിധി എഴുതുന്നത് എപ്പോഴാണ്? പഴയ കാലത്ത് നന്നായി കൂർക്കം വലിച്ചുറങ്ങുക എന്നുള്ളത് ഒരു സുഖമായി ഉറങ്ങി എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഒരു കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഉറക്കവും അതിനോട് ബന്ധപ്പെട്ട അസുഖങ്ങളെപ്പറ്റി പലവിധം ഗവേഷണം നടക്കുകയും പല ചികിത്സാ രീതികൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് പറയാനാവുന്നത് അമിതമായ കൂർക്കം വലി, അതായത് ഉറങ്ങുമ്പോൾ ശ്വാസം നിലച്ചു പോവുക, കൂർക്കം വലിക്കുമ്പോൾ ശ്വാസം നിലച്ചു പോവുക, അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ തോതോ ഒരു 50% കുറയുക, അല്ലെങ്കിൽ ഓക്സീകരണം 4% കുറയുക. ഈ അവസ്ഥയിലാണ് നമ്മൾ അമിതമായ കൂർക്കം വലി അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഒരു മണിക്കൂറിൽ എത്ര തവണ ഉറക്കത്തിൽ എത്ര തവണ സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് പറയുന്നത്. ആപ്നിയ ഹൈപ്പപ്നിയ ഇൻഡെക്സ് അല്ലെങ്കിൽ AHI എന്നാണ് പറയുക. ഒരു 5 മുതൽ 10 വരെ വലിയ കുഴപ്പമൊന്നുമില്ല, അതിനധികമാണെങ്കിൽ ഈ അസുഖം ഉണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. ഇത് എങ്ങനെയാണ്, എന്തൊക്കെ പരിശോധനകൾ നടത്തിയാണ് ഇങ്ങനൊരു കൂർക്കം വലി അമിത കൂർക്കം വലിയാണോ അതേ സാധാരണ കൂർക്കം വലിയാണോ എന്ന് നിശ്ചയിക്കുന്നത്? പരിശോധനകൾക്ക് മുമ്പ് ആളുടെ ഹിസ്റ്ററി നമ്മൾ ചോദിക്കുക. അതായത് കൂടുതൽ അമിതവണ്ണമുള്ളവരിലാണ് ഇത് കാണപ്പെടുന്നത്. അവരിൽ അമിതമായ കൂർക്കം വലി ഉണ്ടോ, അതുപോലെ തന്നെ അത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് പകൽ ഒരു കാരണവുമില്ലാതെ ഉറങ്ങിപ്പോവുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഉറങ്ങിപ്പോവുക, അമിതമായ ക്ഷീണം, ഉറക്കം ശരിയായില്ല എന്നുള്ള തോന്നൽ, ഒരു ഇറിറ്റബിലിറ്റി, ജോലി ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ, അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കം തടസ്സം മൂലം ചിലപ്പോൾ ഞെട്ടി ഉണരുക. പ്രത്യേകിച്ച് ആ രോഗിയേക്കാൾ രോഗിയുടെ പാർട്ട്ണറാവും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ട് എന്ന് നമ്മളോട് പലപ്പോഴും പറയുക. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? എന്താണ് അരുണിന് ഉള്ള സംശയം? എന്താണ്? എനിക്ക് കുറച്ചു നേരം ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ എനിക്ക് ഉറങ്ങിപ്പോവും, പിന്നെ അതിന് കൂർക്കം വലി അങ്ങനെ വരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ നമസ്കാരം. കുറച്ച് നമ്മൾ ഒരു കസേരയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ആട്ടോമേറ്റിക്കായിട്ട് ഉറങ്ങി കൂർക്കം വരും. പിന്നെ അതുപോലെ രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് കൂർക്കം വലിക്കും. വണ്ണമുള്ള ആളാണോ? വണ്ണമില്ല, അലർജി സംബന്ധമായ മൂക്കടപ്പ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ? മൂക്കടപ്പായിട്ടില്ല, ഈ മൂക്കിന്റെ പാലത്തിൽ പണ്ടൊരു ആക്സിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ പാലത്തിന് വളവുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം. പരിശോധനകളിലൂടെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ വഴി കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഈ രാത്രി കിടന്നുറങ്ങുന്നിടത്ത് ചിലപ്പോൾ നല്ല ഉറക്കമായി, പിന്നെ പെട്ടെന്ന് എണീറ്റ് പിന്നെ ഉറക്കം വരില്ല. ഉറക്കം വരാതിരിക്കുന്നതിനേക്കാൾ ഉറക്കം നമ്മൾ ഉറങ്ങുന്നതിനിടയ്ക്ക് ഉറക്കം തടസ്സപ്പെടുകയാണ് ചെയ്യുക. ചിലപ്പോൾ അത് നമ്മൾ അറിയണമെന്നില്ല. അപ്പൊ അത് പരിശോധനകൾ വഴിയേ അറിയാൻ പറ്റുള്ളൂ. അത് രാത്രിയിൽ ആ കൂർക്കം വലി അധികമായി ഉള്ളത് കൊണ്ട് ഉറക്കം തടസ്സപ്പെടുന്നത് കൊണ്ടാവാം. നമ്മള് ഇതിന് പല പരിശോധനകൾ, അതായത് ENT പരിശോധന ചെയ്ത് മൂക്കിന്റെ പാലത്തിന്റെ വളവിനെ പറ്റി കണ്ടുപിടിക്കണം. എക്സ്റേ അത് മുതലായ പരിശോധനകൾ ചെയ്യണം. ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നറിയാന്. ഇതെല്ലാം ചെയ്ത ശേഷം പോളിസോംനോഗ്രാഫി എന്നൊരു ടെസ്റ്റ്. അതിന്റെ അളവ് കുറഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം വരാം. പിന്നീട് നമ്മൾ ഉറപ്പായതുണ്ടോ ഇല്ലയോ എന്ന് അറിയണേ പോളിസോംനോഗ്രാഫി എന്നൊരു പരിശോധനയുണ്ട്. ആള് നോർമലി ഉറങ്ങുമ്പോൾ ആളുടെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ ഒരു ടെസ്റ്റാണ് പോളിസോംനോഗ്രാഫി. അതുവഴി നമുക്ക് ഉറപ്പായിട്ടും ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണയായിട്ട് കൂർക്കം വലി ഉണ്ടാകുന്നത്? വരാവുന്ന കാരണങ്ങൾ പ്രധാനമായും അമിതവണ്ണം തന്നെയാണ്. അമിതവണ്ണം ഉള്ളവരിൽ തൊണ്ടയിൽ ശ്വാസനാളത്തിന്റെ വശങ്ങളിൽ കൊഴുപ്പ് അധികം അടിയുവാനും, അതായത് കിടക്കുമ്പോൾ ഈ
ശ്വാസനാളി വീണ്ടും അടഞ്ഞ് ശ്വാസനാളം ബ്ലോക്ക് ആയിട്ടാണ് ഇവർക്ക് ഈ അധികമായി ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. പാരമ്പര്യ ഘടകങ്ങളും ഉണ്ട്. അമിതവണ്ണത്തിന് തന്നെ പാരമ്പര്യ ഘടകം ഒന്ന് പറയാറുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ശരീരഘടനയ്ക്ക് ഒരു പാരമ്പര്യ വ്യത്യാസം, കഴുത്തിൻ്റെ സൈസിന്, അതുപോലെ തന്നെ താടിയെല്ലിൻ്റെ വലിപ്പം, അതിൻ്റെ ഘടന, അതിനൊക്കെ വ്യത്യാസം വരാം. ചില ജനിതകമായ അസുഖങ്ങളുണ്ട്, ഡൗൺ സിൻഡ്രോം, അങ്ങനെ പല അസുഖങ്ങളിൽ ഉള്ളവർക്ക് ഇത് കാണാറുണ്ട്. ആണുങ്ങളിലാണ് സ്ത്രീകളെ അതിലേക്ക് വരാൻ ഡോക്ടർ ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവാണ്, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയത്ത് നിന്നാണ്. പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ അനിയന്റെ ഒരു കാര്യം അറിയണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും, ഭയങ്കര ശബ്ദത്തിലേ കൂർക്കം വലിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ നിന്ന് പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പല ഡോക്ടർമാരെയും കാണിച്ചപ്പോഴത്തന്നെ മൂക്കിന്റെ എന്തോ ഒരു സർജറി ചെയ്യണം, എന്തോ ഒരു പാലത്തടിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സർജറി അല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാനായിട്ടായിരുന്നു. സർജറി അല്ലാതെ ഒന്ന് മൂക്കിന്റെ പാലത്തിന് വളവ് അധികമായിട്ടുണ്ടെങ്കിൽ സർജറി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടുള്ള വിഷമങ്ങൾ, ഇപ്പൊ ആൾക്ക് കൂർക്കം വലിയ ശ്വാസം നിന്ന് പോവുക എന്നൊക്കെ ഉള്ളപ്പോൾ അതിന്റെ വിഷമങ്ങൾ അധികമായിട്ടുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ല, ചെറിയ വിഷമങ്ങളാണ്, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുള്ളെങ്കിൽ എന്തെങ്കിലും ചെറിയ പഴയ ഒരു പുസ്തകം എടുത്താൽ പോലും അപ്പോഴേ തുമ്മാൻ തുടങ്ങും. അങ്ങനെ അലർജിക് വിഷമതകൾ ഉള്ളവർക്ക് നെയ്സൽ സ്പ്രേ അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിച്ചാൽ അത് കുറവായി കിട്ടും. പക്ഷെ നല്ല വളവുണ്ട്, അതുകൊണ്ട് ഇത്രയും ഉറക്ക തടസ്സവും കുറുക്കം വലി ഉണ്ടാകുന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുകയായിരിക്കും ഭാവിയിലേക്ക് നല്ലത്.